ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറ് എന്ന് വെച്ച് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നി രാശിക്കാർക്ക് ആ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു 3-ാം ഭാവത്തിൽ ശുക്രനും ബുധനും, 4-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും, 6-ാം ഭാവത്തിൽ ശനിയും, 7-ാം ഭാവത്തിൽ രാഹുവും, 8-ാം ഭാവത്തിൽ വ്യാഴവും ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഗുണദോഷ മിശ്രഫലത്തിൽ ഗുണവും ദോഷവും ചേർന്ന ഒരു ഫലമാണ് വരുന്നത്. അതിൽ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ, ധനസംബന്ധമായിട്ടുള്ള, കുടുംബസംബന്ധമായിട്ടുള്ള, വാക്ക് സംബന്ധമായിട്ടുള്ള, പ്രവൃത്തി സംബന്ധമായിട്ടുള്ള, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ചൊരു മേൽക്കൈമ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് എന്ന് പറയാം. അതുകൂടാതെ സഹായഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പുകളോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നതോ, നമ്മൾ ഹെൽപ്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാരോ, ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ, ഉറ്റ സുഹൃത്തുക്കളുടെയും എല്ലാം മൂലം കൊണ്ട് അവർ മൂലം വന്നിട്ട് നമുക്ക് ഗുണങ്ങളുണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ ചില ഭവന നിർമ്മാണത്തിനും കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും മുന്നോടിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യേണ്ട പരിപാടികളെല്ലാം പുനരുദ്ധാരണപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വിദേശ രാജ്യങ്ങൾ പോയിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. മരുന്ന് കഴിക്കുന്നവർ, അതായത് ഓരോരോ അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടിത്തുടങ്ങും എന്ന് പറയും. ഗുണകരമായിട്ടുള്ള ചിന്തകൾ മൂലം കൊണ്ട് അത് ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. തൊഴിൽ സ്ഥാന സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ സംബന്ധമായിട്ടുള്ള, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഓഡിറ്റർ സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ വക്കീലന്മാർക്ക് അഡ്വക്കേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, സേനാധിപത്യം വഹിക്കുന്ന മേഖലകളിൽ, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ IT കമ്പ്യൂട്ടർ സങ്കരമായിട്ടുള്ള മേഖലകളിൽ, വസ്ത്രമേഖലകൾ എല്ലാം ഗുണമുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ ഗുണക്കുറവ് ലേശം കുറച്ചാണ് കാണുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സംബന്ധമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തം, ഗവേഷണം, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു പുറകോട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും അത്ര പുരോഗമനം കാണുന്നില്ല. സിനിമാ മേഖലയിലും കുറച്ച് ക്ഷീണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ക്ഷീണാവസ്ഥയാണ് ഈ മാസത്തിൽ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഭാര്യ ഭർത്ത കലഹം ചിലപ്പോൾ മൂക്കുവാനുള്ള സാധ്യതയുണ്ട്. വഴക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ലാസ്റ്റ് രണ്ടായി പിരിയാനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. ഭാഗ്യം കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. അത് കാരണം ഭാഗ്യസൂക്തം ആഴ്ചയിൽ 1 വെച്ചിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാഭവിധം, ചെയ്യുന്ന തൊഴിലിന് ലാഭം നമ്മൾക്ക് പ്രതീക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് ഒരു 5000 രൂപ കിട്ടുവാനുള്ള ഒരു വരുമാന മാർഗമാണെങ്കിൽ തീർച്ചയായിട്ടും ആ 5000 കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ അത് കുറഞ്ഞു വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതെല്ലാം ഒരു ലെവലിലാണ്. കാരണം വ്യാഴൻ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴപ്രീതി ഇവിടെ പെട്ടെന്ന് വരുത്തണം എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വരുത്തണം വെച്ച് പറഞ്ഞാൽ വ്യാഴത്തിനെ അനുസ്മരിക്കുക, അതായത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള വഴിപാടുകൾ അതാത് അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. പ്രധാനപരമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം, മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുക എന്നിവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതിൽ അത്ത നക്ഷത്രക്കാർക്ക് പ്രത്യേകപരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകപരമായിട്ടുള്ള ത്രികാല പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുണമേന്മകൾ ഉണ്ടാവും. ഉദ്ദിഷ്ട കാര്യം നടക്കുവാനായിട്ട് നാഗത്തിങ്കൽ 100 പാല് നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യം നടന്നു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിഘ്നങ്ങളെല്ലാം മാറ്റുവാനായി ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് കേതു ഒരു വിഘ്നകാരകനാണ്. ആ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഗണപതി ഹോമം അല്ലെങ്കിൽ കറുകമാല എന്നിവ ചാർത്തുന്നത് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ
ചില വിദ്യാഭ്യാസ തടസ്സങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള ലോണുകളിലും എല്ലാം ഒരു തടസ്സങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഫൈനാൻസ് സംബന്ധമായിട്ട് ഇൻട്രസ്റ്റിംഗ് ചില ക്രെഡിറ്റ് കാർഡുകൾ ഇതെല്ലാം ബെൻഡിങ് വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എൻഡ് വരുന്ന സമയത്ത് അതെല്ലാം ബുദ്ധിമുട്ടുകൾ വരുവാനും ഫൈനാൻസ് സംബന്ധമായിട്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റാത്ത ലെവലുകളെല്ലാം വരുന്നുണ്ട്. അത് കാരണം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കന്നി രാശിക്കാർക്ക് പൊതുവെ ഈ മാസം ഗുണദോഷ മിശ്രിത ഗുണവും ദോഷവും ചേർന്നാണെങ്കിലും രണ്ടും കൂടി കലർന്നു വരുന്ന കാരണം കൊണ്ട് അതാത് ഇത് പരിഹാരങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അതാത് ഇതിനെ വന്നിട്ട് നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പിന്നീട് അതിൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ചുകൂടി അനുകൂലങ്ങൾ വരുവാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അതുവരെക്കും ക്ഷമിച്ചിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഉത്തര നക്ഷത്രക്കാർക്ക് ശിവനിങ്കിൽ ഇളനീരധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്ന മൂലം ദോഷാധിക്യം കുറഞ്ഞ് ഗുണാധിക്യം കൂടും. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭഗവതിക്ക് ത്രികാല പൂജ നടത്തുന്നത് മൂലം പുണ്യം കിട്ടും. അതുപോലെ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഭഗവതി അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുമധുര പായസം, കഠിന പായസം എന്നിവ നടത്തുന്നത് മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.